പരമേശ്വരിക്കും ശെൽവത്തിനും സ്വന്തമായി വീടെന്ന സ്വപ്നം പൂവണിഞ്ഞു. ചക്കുവള്ളം കുങ്കിരിപ്പെട്ടി കോളനിയിൽ വാടകയ്ക്ക് കഴിഞ്ഞിരുന്ന പരമേശ്വരിക്കും ശരീരം തളർന്ന കിടപ്പിലായ ഭർത്താവ് ശെൽവത്തിനും അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ വീടും സ്ഥലവും നൽകിയത്. സ്വന്തമായി വീടോ സ്ഥലമോ തിരിച്ചറിയൽ രേഖകളോ റേഷൻ കാർഡോ പോലും ഇല്ലാതിരുന്ന പരമേശ്വരിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്ര വിഭാഗങ്ങളെ കണ്ടെത്തൽ പദ്ധതിയിൽപ്പെടുത്തിയാണ് സ്ഥലം വാങ്ങി നൽകിയതും വീട് അനുവദിച്ചതും. ഇതിനു മുന്നോടിയായി റേഷൻ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഇവർക്ക് നൽകി. കുങ്കിരിപ്പെട്ടി കോളനിയിൽ സ്വകാര്യ വ്യക്തി കുറഞ്ഞ വിലയ്ക്ക് നൽകിയ സ്ഥലത്ത് മനോഹരമായ ഭവനമാണ് ഇവർക്കായി തയ്യാറാക്കിയത്. സർക്കാർ അനുവദിക്കുന്ന 4 ലക്ഷം രൂപയുടെ പരിമിതി മറികടന്നുകൊണ്ട് അണക്കരയിലെ അമ്മക്കരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സുമനസ്സുകളായ വ്യക്തികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ 7 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജയരാജപ്പൻ വീടിന്റെ താക്കോൽ കൈമാറി. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ഇത്ര മനോഹരമായ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിനൊക്കെ ഉപരി നമുക്ക് പറയാൻ കഴിഞ്ഞത് അമ്മക്കരുമ കൂട്ടായ്മയുടെ സാബു കുറ്റിപ്പാലയാണ്. അപ്പം നമ്മൾ പഞ്ചായത്തിൽ നമുക്ക് പൈസ കൊടുക്കാനേ കഴിയുള്ളൂ. അപ്പം ഇത് ആര് ഏറ്റെടുത്ത് നടത്തും എന്നുള്ള ഒരു ആശങ്ക നമുക്ക് വന്നപ്പോൾ സാബു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ ഇതിന് നിർമ്മിക്കുന്നതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തോളാം, ബാക്കി പോരായ്മകളുണ്ടെങ്കിൽ ഞാനത് പരിഹരിച്ചോളാം എന്ന് സാബു പറഞ്ഞു. ശരി, സാബുവിനെ തന്നെ നമ്മൾ ഏൽപ്പിക്കുകയും ബാക്കിയുള്ള പോരായ്മ ഈ നാട്ടിലെ സ്വമനസ്സുകളോടുകൂടി ശേഖരിക്കുകയും. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, മെമ്പർമാരായ അന്നക്കുട്ടി വർഗീസ്, സൂസൻ മാത്യു, പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ SL, അസിസ്റ്റന്റ് സെക്രട്ടറി റോയ് മോൻ, അമ്മക്കരുമ സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ, VO റീനാമോൾ ചാക്കോ, ചക്കുവള്ളം പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വീടിന്റെ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.